ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. നഗരമേഖലകളിൽ മുംബൈ പോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് പൂനെ. NCP ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും തമ്മിലാണ് വലിയ പോരാട്ടം നടക്കുന്നത്. ഏതാണ്ട് 10,000-ഓളം മലയാളി വോട്ടുണ്ട് ഈ മണ്ഡലത്തിൽ മാത്രം. എങ്ങനെയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്, പൂനെയിലെ തെരഞ്ഞെടുപ്പ്? ഇവിടെ NCP മുന്നണി ശരത് പവാർ ഗ്രൂപ്പിന് വിജയസാധ്യത കൂടുതലുണ്ട്. പ്രചാരണമൊക്കെ വളരെ ഊർജ്ജം നടക്കുന്നു. ജയിക്കുമെന്ന പ്രതീക്ഷയാണ്. എന്താണ് ഒരു പൂനെയിലെ ഒരു പൾസ്? പൂനെയിൽ ഒരു സംശയമില്ലാതെ പറയാം, ശരത്ചന്ദ്ര പവാർ വിഭാഗത്തിന് വളരെ വലിയൊരു മുൻതൂക്കമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ വികാസ് അഘാടി വലിയ മുന്നേറ്റം ഉണ്ടാക്കും മഹാരാഷ്ട്രയിലാകെ, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. കാരണം വേറൊന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ കൊടിയും ചിഹ്നവും പോലും ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു കളഞ്ഞ ഒരു ബി ജെ പി അനുകൂല നിലപാടിന് വേണ്ടി കളഞ്ഞ ആ രീതിനെ ജനങ്ങൾ വിധിയെഴുതുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തവണ മലയാളികളുമായി അടുപ്പമുള്ള ആരെങ്കിലും ആണോ മത്സരിക്കുന്നത് ഇവിടെ? അല്ല, ഇവിടെ എല്ലാവരുമായിട്ട് അടുപ്പമുള്ള ആൾക്കാരാണ്, സ്ഥാനാർത്ഥികളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. മലയാളികൾ എന്തായാലും പല ഓർഗനൈസേഷനിലായിട്ട് വർക്ക് ചെയ്യും. അവരവരുടേതായിട്ടുള്ള സ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ പറ്റിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പോലോ അല്ലെങ്കിൽ നമ്മൾ കോർപ്പറേഷനിലോ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട് ആരും തന്നെ ട്രൈ ചെയ്യുന്നില്ല. അതും കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും ആയിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലുള്ള തർക്കത്തെക്കുറിച്ചാണ്. അതല്ലാത്ത ഒരുപാട് മറ്റ് വിഷയങ്ങളില്ലേ? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അത്തരം വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ലേ? അതൊന്നും ഒരു ചർച്ചയല്ല. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന നിമിത്തം വെച്ചാൽ നമ്മളായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരായിട്ടുള്ള മലയാളികൾക്ക് അടുപ്പമുള്ള സ്ഥാനാർത്ഥിയാണ്. നമ്മൾ കുറേ വർഷം കൊണ്ട് 10-30 വർഷം കൊണ്ട് നമ്മളത് വർക്ക് ചെയ്യുന്നുണ്ട്. സ്ഥാനാർത്ഥിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഫുള്ള് 100% നമുക്ക് ഗ്യാരണ്ടിയാണ്. ഏതായാലും പൂനെയിലെ മലയാളികൾ വ്യക്തമായ നിലപാടുമായാണ് ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോവുക. ഏതായാലും ജനവിധി എന്താകും എന്നത് കാത്തിരുന്ന് കാണാം. പൂനെയിൽ നിന്നും ക്യാമറമാൻ നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം PR സുനി.